ഏട്ടാ പൈസ കിട്ടിയില്ല ഏട്ടാ. വീട്ടിലെ അവസ്ഥയും കുറച്ച് മോശമാ. എനിക്കിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് തന്നെ അറിയില്ല ഏട്ടാ. ഡോക്ടർ, എങ്ങനെങ്കിലും കുഞ്ഞിനെ രക്ഷപ്പെടുത്തണം ഡോക്ടർ. കയ്യിലാണെങ്കിൽ കാശും ഇല്ല. പക്ഷെ ഞാൻ അത് എങ്ങനെങ്കിലും തരാം ഡോക്ടർ. കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കണം ഡോക്ടർ. ഞാൻ വേണേ കാല് പിടിക്കാം ഡോക്ടർ. ഇന്ന് ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പോലും കർത്താവിന്റെ സ്നേഹത്തിൽ നിന്നകന്ന് ദൂരെ ജീവിക്കുകയാണോ? നിങ്ങൾക്ക് നന്മ ചെയ്യുന്ന ഒരു യഹോവയുണ്ട്. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹാശംസകൾ. വീണ്ടും ഈ നല്ല വീട് എന്ന പരിപാടിയിലൂടെ നിങ്ങളെ കണ്ടുമുട്ടുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്നത്തെ പരിപാടിയിൽ തിന്മയ്ക്ക് പകരം നന്മ എന്ന തലക്കെട്ടിലുള്ള പരിപാടിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. വേദപുസ്തകത്തിൽ യോസേഫ് തനിക്ക് തിന്മ ചെയ്ത സഹോദരന്മാരോട് ആത്മാർത്ഥമായി ക്ഷമിച്ച് അവരെ സ്വീകരിച്ചു. കൊല്ലാൻ വേണ്ടി വന്ന ശൗൽ തന്റെ കൈകൊണ്ട് മരിക്കുന്ന ചുറ്റുപാട് വന്നപ്പോഴും ദാവീദ് അദ്ദേഹത്തോട് ക്ഷമിച്ച് ജീവൻ രക്ഷിക്കുകയുണ്ടായി. തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുക എന്ന് പറഞ്ഞ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പോലും തന്നെ ഒറ്റിക്കൊടുത്ത യൂദാസിനെ സ്നേഹിത എന്ന് പറഞ്ഞാണ് വിളിച്ചത്. 3.5 വർഷക്കാലം തന്റെ ഒപ്പം ശുശ്രൂഷ ചെയ്ത് എല്ലാ നന്മകളും അനുഭവിച്ച പത്രോസ് തന്നെ കാണിച്ചു കൊടുക്കുകയും ശപിക്കുകയും ചെയ്തപ്പോഴും ദൈവം തിരുസഭയുടെ ഉത്തരവാദിത്വം പത്രോസിനെയാണ് ഏൽപ്പിച്ചത്. പ്രിയമുള്ളവരെ, നമ്മളും ആരെങ്കിലും നമുക്ക് തിന്മ ചെയ്താൽ അവരോട് പകരം വീട്ടാൻ നിൽക്കാതെ നന്മ മാത്രം ചെയ്യാം. ദൈവത്തെ സന്തോഷിപ്പിച്ച് നമുക്ക് ഉയർച്ച പ്രാപിക്കാം. ഇപ്പോൾ നമുക്ക് ജ്യോതി ചേച്ചി എന്ന നാടകം കാണാം. എടാ, നിനക്കറിയോ, എനിക്ക് പകരമായി യേശുക്രിസ്തു ശിക്ഷ ഏറ്റുവാങ്ങി. നിനക്ക് വേണ്ടി ഞാൻ അടി വാങ്ങിക്കുന്ന ഒന്നും വലിയ തെറ്റൊന്നുമല്ലടാ. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സുരേഷ്, എടാ അവിടെ നിൽക്കി. എടാ സുരേഷ്, സുരേഷ്, എടാ അവിടെ നിൽക്കി. എന്ത് പണിയാടാ? ഞാൻ സംസാരിച്ചിട്ട് എഴുന്നേറ്റ് പോവാണോ? കുറച്ചു നേരം കൂടി നിന്റെ കൂടെ ഇരുന്നാലേ ഒരു പക്ഷേ ഞാനും ചിലപ്പോൾ നിന്റെ കൂട്ട് മാറും. അതുകൊണ്ടാ. എന്നെ വിടിയേട്ടാ, എനിക്ക് കുറച്ച് ധൃതി ഉണ്ടായിരുന്നു. ഞാൻ പോടിക്കത്തില്ലടാ, നില്ലടാ. എങ്ങോട്ടാ ഓടുന്നത്? എന്റെ ചേട്ടന്റെ മോള് സ്കൂളിൽ പോകുമ്പോ കാറടിച്ചിട്ട് നിർത്താതെ പോയി ചേട്ടാ. ആ കണ്ടില്ലേ, നിന്നെ അടിച്ചവനല്ലേ? അതാ ദൈവം ഉടൻ തന്നെ അവന് ശിക്ഷ കൊടുത്തത്. അങ്ങനെയൊന്നും പറയലടാ. അവൻ ചെയ്ത തെറ്റിന് അവന് കുഞ്ഞെന്ത് പഴച്ചു? അങ്ങനെ പറയല്ലേ. നിങ്ങളും പേഷ്യനും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? അച്ഛനാ ഡോക്ടർ. തലയില് ശക്തമായി ക്ഷതമേറ്റിട്ടുണ്ട്. കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ്. അതുമാത്രമല്ല, നിങ്ങളുടെ മകളുടെ ബ്ലഡ് ഗ്രൂപ്പ് AB നെഗറ്റീവ് ആണ്. വളരെ റെയർ ആണ്. എത്രയും പെട്ടെന്ന് ബ്ലഡ് കയറ്റണം. ഞങ്ങളും ബ്ലഡ് ബാങ്കിൽ ചോദിച്ചിട്ടുണ്ട്. റെയർ ഗ്രൂപ്പ് ആയതുകൊണ്ട് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. സോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ആദ്യം ക്യാഷ് കൗണ്ടറിൽ പോയി കാശ് അടയ്ക്കേ, എന്നാലേ ബാക്കിയുള്ള ട്രീറ്റ്മെന്റ് തുടങ്ങാൻ പറ്റുള്ളൂ.
ശരി ഡോക്ടർ. ഓക്കെ. ഡോക്ടർ, പണം സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല. എങ്ങനെയെങ്കിലും എന്നെ സഹായിക്കണം. ദേ നോക്കൂ, നിങ്ങൾ ഞങ്ങളുടെ ഫീസ് പോലും തരണ്ട. പക്ഷേ സ്കാൻ ചെയ്യാനും മരുന്ന് വാങ്ങാനൊക്കെ കാശ് വേണമല്ലോ. സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്ലീസ് എങ്ങനെയെങ്കിലും റെഡിയാക്കേ. ചേട്ടാ, കാശിന് വേണ്ടി ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി, ആരും തരുന്നില്ല ഏട്ടാ. ഏട്ടാ, പൈസ കിട്ടിയില്ല ഏട്ടാ. വീട്ടിലെ അവസ്ഥയും കുറച്ച് മോശമാ. എനിക്കിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് തന്നെ അറിയില്ല ഏട്ടാ. ചേട്ടാ, ഞാനും തിരക്കി നോക്കിയായിരുന്നു. ആ ബ്ലഡ് ഗ്രൂപ്പ് കിട്ടാൻ പാടാ. അത് എവിടെയും കിട്ടാനില്ല. രക്തവും കിട്ടിയില്ല, കയ്യില് കാശുമില്ല. ഇപ്പൊ എന്താ ഞാൻ ചെയ്യാ? നീയൊക്കെ എന്തിനാടാ ജീവനോടെ ഇരിക്കുന്നത്? സ്വന്തം കുഞ്ഞിനെ പോലെ രക്ഷപ്പെടുത്താൻ കഴിവില്ല. നീയൊക്കെ ഇപ്പോഴും തന്നെ ജീവിച്ചിരിക്കുന്നത് വേറൊരു കുടുംബത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയ ആണായിട്ട് പോയതല്ലേ. ഇപ്പൊ ആ ധൈര്യമൊക്കെ എവിടെ പോയി? എത്ര പറഞ്ഞതാണ്, നീ ഒന്നും കേട്ടില്ലല്ലോ. നീ ചെയ്യുന്നതെല്ലാം തെറ്റാണ്, നമ്മുടെ കുഞ്ഞിനെ ബാധിക്കുന്നു. ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞതാ. ഞാനൊരാണാണ്, ഇങ്ങനെ ചെയ്യുള്ളൂ എന്നല്ലേ പറഞ്ഞ അന്ന്. എന്നിട്ട് ഇപ്പൊ എന്തായിന്ന് കണ്ടില്ലേ? മുണ്ടും മടക്കി കുത്തി വഴക്കിന് പോകുന്നതും വല്ലോന്റെ കുടുംബം നശിപ്പിക്കുന്നതും അല്ല ആണത്തം. ഭാര്യയും കുഞ്ഞുങ്ങളെയും സന്തോഷത്തോടെ നോക്കുന്നവനാ ശരിക്കുള്ള ആണ്. സെൽവി, എന്തിനാ എന്നെ വിളിക്കുന്നത്? എന്നെ വിളിക്കുന്നത് കൊണ്ട് പൈസ വല്ലതും കിട്ടുവോ? അതോ രക്തം കിട്ടുവോ നമുക്ക്? കയ്യിൽ എന്തെങ്കിലും പൈസ ഉണ്ടോ? ഇല്ല സെൽവി. നമ്മൾ ഇനി എന്ത് ചെയ്യും? നമ്മുടെ മോളല്ലേ അത്. എങ്ങനെയെങ്കിലും അവളെ രക്ഷപ്പെടുത്താൻ നോക്ക്. എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഇത് സ്വർണ്ണമായിരുന്നെങ്കിൽ ഞാൻ അഴിച്ചു തന്നേനെ. അതും അല്ലല്ലോ. ഡോക്ടർ, നടക്ക്. ഡോക്ടർ, 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 എങ്ങനെയെങ്കിലും കുഞ്ഞിനെ രക്ഷപ്പെടുത്തണം ഡോക്ടർ. കയ്യിലാണെങ്കിൽ കാശുമില്ല. പക്ഷെ ഞാൻ അത് എങ്ങനെയെങ്കിലും തരാം ഡോക്ടർ. കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കണം ഡോക്ടർ. ഞാൻ വേണേ കാല് പിടിക്കാം ഡോക്ടർ. ഇതെന്തായി കാണിക്കുന്നേ? നിങ്ങൾ എൻ്റെ കാല് വീഴേണ്ട ആവശ്യമില്ല. രാവിലെ തന്നെ ട്രീറ്റ്മെന്റ് തുടങ്ങിയായിരുന്നു. ഇതെന്താ നിങ്ങളിങ്ങനെ അത്ഭുതത്തോടെ നോക്കുന്നേ? ട്രീറ്റ്മെന്റ് തുടങ്ങി ഡോക്ടർ. രക്തം കയറ്റണം, പണം അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ ഡോക്ടർ? അതെ, പറഞ്ഞായിരുന്നു. പിന്നെ എങ്ങനെയാ ഡോക്ടർ ട്രീറ്റ്മെന്റ് തുടങ്ങിയത്? കാശ് അടച്ചു, ബ്ലഡും കയറ്റി.
ചേച്ചി ചേച്ചി പേടിക്കേണ്ടെന്നേ, നിന്റെ മോൾക്കൊന്നും സംഭവിക്കില്ല. ചേച്ചി എല്ലാം ശരിയാകും. ചേച്ചി പേടിക്കണ്ടെന്നേ, എല്ലാം ശരിയാകും. നിങ്ങളെ കൃത്യസമയത്ത് കർത്താവ് സഹായിച്ചത് കണ്ടില്ലേ? പിന്നെന്തിനാ നിങ്ങളിങ്ങനെ വിഷമിക്കുന്നത്? ഞാൻ നിങ്ങളെ ഇതുവരെ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ നിങ്ങള് ഞങ്ങൾ വചനപ്രകാരം ജീവിക്കുന്നു. ശത്രുക്കളെ സ്നേഹിക്കണമെന്നാണ് വചനം പറയുന്നത്. നിന്റെ ശത്രു വിശന്നിരുന്നാൽ ഭക്ഷണം കൊടുക്കണമെന്നാണ് ബൈബിൾ പറയുന്നത്. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? നിനക്കെതിരായി വരുന്നവരെ ശത്രുവായിട്ട് കാണരുത്, മിത്രമായിട്ട് കാണണമെന്നർത്ഥം. അപ്പോഴേ അവനെ നമുക്ക് സഹായിക്കാൻ പറ്റൂ. ഞങ്ങൾ നിങ്ങളെ ഒരിക്കലും ശത്രുവായിട്ട് കണ്ടിട്ടില്ല. എന്നോട് ക്ഷമിക്കണം ചേച്ചി, എന്നോട് ക്ഷമിക്കണം. ഞാൻ നിങ്ങളെ തല്ലിയതാ, പക്ഷെ നിങ്ങൾ സ്നേഹം കൊണ്ട് എന്നെ തിരിച്ചു തല്ലി. എന്നോട് ക്ഷമിക്കണം, ക്ഷമിച്ചെന്ന് പറ. അത് വിടിച്ചേട്ടാ, ചേട്ടൻ അതോർത്ത് വിഷമിക്കുകയും വേണ്ട. അനിയ, ഇനിയെങ്കിലും മനുഷ്യനായിട്ട് ജീവിക്കാൻ ശ്രമിക്കാം. നിങ്ങൾക്കൊരു നല്ല കുടുംബമുള്ളപ്പോ നിങ്ങൾ എന്തിനാ മറ്റുള്ളവരുമായിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്? ആരെയും ശത്രുവായിട്ട് കാണരുത്, എല്ലാരെയും സ്നേഹിക്കണം. അതാണ് കർത്താവിന് ഇഷ്ടപ്പെട്ട ജീവിതം. അപ്പൊ ഞാൻ വരട്ടെ. മോളെ നന്നായി നോക്കണേ. ശരി ഞാൻ ചേച്ചി. പോട്ടെ. അപ്പൊ ശരി. വരട്ടെ. ചേട്ടാ, ഇവരാരെയും മതം മാറ്റാറില്ലെന്നുള്ളത് സത്യമാണോ? അത് ശരിയാ. ഇവരുടെ ജീവിതം എല്ലാം മാറ്റും. ശരി, നടക്ക്. കണ്ടില്ലേ, തങ്ങൾക്ക് തിന്മ ചെയ്ത റൗഡിയോട് ജ്യോതി ചേച്ചിയും അവരുടെ കൂടെ ഉണ്ടായിരുന്നവരും നന്മ ചെയ്തത് കണ്ടല്ലോ. ഇതാണ് യഥാർത്ഥത്തിലുള്ള ദൈവമക്കളുടെ സ്വഭാവം. യേശുക്രിസ്തു തന്നെ അടിച്ചവർക്ക് വേണ്ടിയും തന്നെ കാർക്കിച്ച് തുപ്പിയവർക്ക് വേണ്ടിയും തന്റെ വസ്ത്രം ഉരിഞ്ഞവർക്കും എല്ലാം വേണ്ടിയാണ് കുരിശ് ചുമന്നത്. പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ എന്ന് അപേക്ഷിക്കുകയും ചെയ്തു. അടുത്തതായി സഹോദരി അനിത ബാനു അവർകൾ നിങ്ങൾക്ക് വേണ്ടി ദൈവ സന്ദേശം നൽകി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രാർത്ഥനയോടെ ദൈവ സന്ദേശം കേൾക്കുക. നിങ്ങളും കർത്താവിൽ നിന്നും അനുഗ്രഹങ്ങൾ സ്വീകരിക്കുക. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എന്റെ സ്നേഹാശംസകൾ അറിയിച്ചുകൊള്ളുന്നു. ഓരോ ആഴ്ചയും സംപ്രേഷണം ചെയ്യുന്ന ഈ നല്ല വീടെന്ന പരിപാടി നിങ്ങൾക്കൊരു നല്ല അനുഗ്രഹമായിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്നേ ദിവസം തിന്മയ്ക്ക് പകരം നന്മ എന്ന തലക്കെട്ടിലാണ് നമ്മൾ വേദവചനം എന്ന ഉദാഹരണത്തോടുകൂടി ധ്യാനിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നത്. അതായത്, നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നത് സാത്താന്റെ സ്വഭാവമാണ്. ഒരാൾ നമുക്ക് നന്മ ചെയ്യുകയാണെങ്കിൽ അവരോട് വിശ്വാസവഞ്ചന കാണിക്കുന്നതാണ് അത്. എത്രയോ പേര് വിശ്വസിച്ച് ചുമതലകൾ ഏൽപ്പിക്കും, കാര്യങ്ങളൊക്കെ നോക്കിക്കോണമെന്ന് പറയും, ജോലികളൊക്കെ ഏൽപ്പിക്കാറുണ്ട്. അവരെ വഞ്ചിക്കുന്നതാണത്. പണം കൊടുക്കാറുണ്ട്. അവരെ നമ്മൾ വഞ്ചിച്ചിട്ട് അവർക്ക് ദോഷം ചെയ്യുന്നത്, തിന്മ ചെയ്യുന്നത്, ഇതാണ് സാത്താന്റെ സ്വഭാവം. ബൈബിൾ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നതെന്നോ, ഒരുത്തൻ നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നുവെങ്കിൽ അവന്റെ ഭവനത്തെ തിന്മ വിട്ടുമാറുകയില്ല. സദൃശവാക്യം 17-ാം അധ്യായം 13-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: ഒരാൾ നന്മ ചെയ്യുമ്പോൾ അയാൾക്ക് തിന്മ ചെയ്താൽ ആ തിന്മ ചെയ്തവന്റെ ഭവനത്തെ തിന്മ വിട്ടുമാറുകയില്ലെന്ന്. അതാണ് വേദവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്നത്തെ മനുഷ്യന്റെ സ്വഭാവം എങ്ങനെയാണെന്നോ, ഒരാൾ നമുക്ക് നന്മ ചെയ്യുകയാണെന്നിരിക്കട്ടെ, അവർക്ക് നാം നന്മയാണ് ചെയ്യേണ്ടത്. അവർ നമുക്ക് ചെയ്ത നല്ലതിനു പകരം അവർക്ക് നല്ലത് ചെയ്യുന്നത്. അതേപോലെ ഒരാൾ തിന്മ ചെയ്താലും നമ്മൾ വിടാറില്ല. ആ തിന്മയ്ക്ക് പകരം തീർച്ചയായും അവരോട് പകരം വീട്ടിയാലേ നമ്മുടെ മനസ്സിന് സമാധാനമാവുകയുള്ളൂ. ഇത് മനുഷ്യന്റെ സ്വഭാവമാണ്. എന്നാൽ കർത്താവ് എന്താണ് പറയുന്നതെന്നറിയാമോ? കർത്താവ് പറയുന്നത് ഇതാണ്: ഒരുത്തൻ നിങ്ങൾക്ക് തിന്മ ചെയ്താൽ അതിനു പകരം നന്മ ചെയ്യുക. ഇതാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു നല്ല പാഠം. ഇതാണ് കർത്താവ് നമ്മോട് പറയുന്നത്. കർത്താവിന്റെ വചനം പറയുന്നു: നന്മയ്ക്കായി ഉത്സാഹിക്കുന്നവൻ രഞ്ജന സമ്പാദിക്കുന്നു. 11-ാമത്തെ അധ്യായം 27-ാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. അതേപോലെ യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു എന്ന്
സദൃശവാക്യം 8-ാം അധ്യായത്തിലെ 13-ാമത്തെ വചനം പറയുന്നുണ്ട്. അപ്പോൾ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന പാഠം എന്താണ് എന്ന് ചോദിച്ചാൽ, തിന്മയ്ക്ക് പകരം നന്മ ചെയ്യണം എന്നാണ് യേശുക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത്. ഇത് ചിലർക്ക് കഠിനമായ കാര്യമായിരിക്കാം. ഒരാൾ നമുക്ക് ദോഷം ചെയ്യുമ്പോൾ അവർക്ക് നന്മ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ സാധിക്കും? മനുഷ്യനത് അസാധ്യമായ ഒന്നാണ്. മനുഷ്യന്റെ മനസ്സ് അതിനനുവദിക്കുകയേയില്ല. പക്ഷേ അതിൽ അടങ്ങിയിട്ടുള്ള ആ അനുഗ്രഹമില്ലേ, അത് വളരെ വലുതാണ്. അതിര് കവിഞ്ഞ ഒരു വലിയ അനുഗ്രഹം ആ വചനത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഈ കാര്യം നമ്മെ പഠിപ്പിക്കുന്നത്. മുൻപൊരിക്കൽ 2 ഫ്രണ്ട്സ്, 2 കൂട്ടുകാര് വളരെ സ്നേഹത്തോടെ ജീവിച്ചു. നല്ലോണം പഠിച്ച് കോളേജ് പഠനം കഴിഞ്ഞു. അതിനുശേഷം അവർ 2 പേരും ജോലിക്ക് പോയി. ഒരേ കമ്പനിയിൽ 2 പേർക്കും ജോലി കിട്ടി. ഒരേ ക്വാർട്ടേഴ്സിൽ 2 പേരും താമസിച്ചു. പ്രത്യേകം വീടുകളിൽ കുടുംബത്തോടെ അവർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ ജീവിച്ചു വന്നപ്പോൾ 2 ഫാമിലിയും വളരെ ക്ലോസ് ആയിരുന്നു. എവിടെയെങ്കിലും പുറത്തു പോകണമെങ്കിലും, ബീച്ചിൽ പോകണമെങ്കിലും, അല്ലെങ്കിൽ മാലിൽ പോയാലും മാർക്കറ്റിൽ പോയാലും 2 കുടുംബവും സന്തോഷത്തോടെ ഒന്നിച്ചു പോകും. അങ്ങനെ അവർ ജീവിച്ചു പോവുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം തന്റെ കൂട്ടുകാരന്റെ ഭാര്യയോട് മറ്റേ കൂട്ടുകാരൻ ഒരു അടുപ്പം തോന്നി. ഒരു അവിഹിത ബന്ധം ഉണ്ടായി. അതുകൊണ്ട് 2 പേരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പും തെറ്റാൻ തുടങ്ങി. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായി. അങ്ങനെ 2 കുടുംബവും വേർപിരിയാൻ തുടങ്ങി. അവരവരുടെ ജോലി അവരവര് നോക്കും. അങ്ങനെ ഒരു ചുറ്റുപാടിലേക്ക് അവരെത്തി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി, കാലം കടന്നുപോയി. അങ്ങനെ ഒരു ദിവസം തന്റെ കൂട്ടുകാരന് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട്, ആ ഹാർട്ട് അറ്റാക്ക് വന്ന ഉടനെ അദ്ദേഹത്തിന് എന്തു പറ്റിയെന്ന് വെച്ചാൽ തന്റെ സ്വബോധം നഷ്ടപ്പെട്ടു. സ്വബോധം നഷ്ടപ്പെട്ട ഒരു ചുറ്റുപാടിലായി. ഇത് മറ്റേ കൂട്ടുകാരൻ അറിയുന്നു. അറിഞ്ഞ ഉടനെ അയാളുടെ ഉള്ളിൽ ഇങ്ങനെ തോന്നി, എന്റെ ജീവിതത്തെ ചിന്നാഭിന്നമാക്കിയവനല്ലേ, എന്റെ കൂട്ടുകാരനാണെങ്കിൽ പോലും എന്റെ ജീവിതത്തിലല്ലേ അവൻ കളിച്ചത് എന്നുള്ള ഒരു ചിന്തയാണ് ഉണ്ടായത്. അടുത്ത നിമിഷം തന്നെ മറ്റൊരു ചിന്ത, അയ്യോ, ഈ സമയത്ത് എന്റെ കൂട്ടുകാരനെ ഞാൻ സഹായിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് പ്രയോജനം? ഞങ്ങൾ ഒരിക്കൽ കൂട്ടുകാരായിരുന്നില്ലേ? ഇത്തരം കാര്യങ്ങളൊന്നും ഈ സമയത്തല്ല ഞാൻ ചിന്തിക്കേണ്ടത്. എങ്ങനെയെങ്കിലും അവന്റെ ജീവൻ രക്ഷിക്കണം, അവന്റെ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറഞ്ഞ് നടന്നതെല്ലാം മറന്ന് ഓടി തന്റെ സുഹൃത്തിനെ കാണാനായി ചെന്നു. പോയിട്ട് അയാൾക്ക് വേണ്ട ഹെൽപ്പൊക്കെ ചെയ്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത്, അതുപോലെ ഡോക്ടേഴ്സിനെ കണ്ട് എന്തൊക്കെ സഹായം വേണമെന്ന് ചോദിച്ച് അവിടെ വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തു എന്ന്. കുറെ ദിവസം കഴിഞ്ഞ് സ്വബോധം വന്നപ്പോ കണ്ണു തുറന്നു നോക്കിയപ്പോ തന്റെ കൂട്ടുകാരൻ അടുത്തിരുന്ന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അയാൾ ആ ആശുപത്രിയിൽ വെച്ച് കാണുന്നു. അത് കണ്ട ഉടനെ അയാളുടെ മനസ്സിലും ഇങ്ങനെ തോന്നി, അയ്യോ, ഈ കൂട്ടുകാരനെ അല്ലേ ഞാൻ ചതിച്ചത്, ഇവന്റെ ജീവിതത്തിലല്ലേ ഞാൻ കളിച്ചത് എന്ന് പറഞ്ഞ് ആ കുറ്റ മനസാക്ഷി അയാളുടെ ഉള്ളിൽ തോന്നി. പക്ഷെ കിടപ്പിലായിരുന്ന ആ ചുറ്റുപാടിൽ തന്റെ കൂട്ടുകാരനോട് അപ്പോഴൊന്നും പറഞ്ഞില്ല. തന്റെ അസുഖമൊക്കെ ഭേദമായ ശേഷം അയാൾ എഴുന്നേറ്റ് കിടക്കയിലിരുന്ന് തന്റെ കൂട്ടുകാരനെ അരികിൽ വിളിച്ചെന്ന് 2 കൈകളും ചേർത്ത് പിടിച്ച് കണ്ണുനീരോടുകൂടി അയാൾ തന്റെ കൂട്ടുകാരനോട് സംസാരിച്ചു. കൂട്ടുകാരാ, ഞാൻ നിനക്ക് ഇത്രയൊക്കെ ദ്രോഹം ചെയ്തിട്ടും നിനക്ക് എങ്ങനെ എന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞു? നിനക്ക് എങ്ങനെയാണ് എന്നെ സഹായിക്കാൻ തോന്നിയത്? ഞാൻ നിന്റെ ജീവിതത്തോടല്ലേ കളിച്ചത്? കുടുംബത്തെ ചതിച്ചവനല്ലേ ഞാൻ? ഒരു കാലത്ത് നമ്മൾ കൂട്ടുകാരായിരുന്നെങ്കിലും എന്റെ ഒരു ദുഷ്ചിന്ത കാരണം ഒരു അവിഹിത ബന്ധമുണ്ടാക്കുന്നതിനായി നിന്റെ കുടുംബത്തോട് ഞാൻ അത്ര വലിയ ഒരു ദ്രോഹമാണ് ചെയ്തത്. എന്നെ എങ്ങനെയാണ് നിനക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞത്? എന്നോട് ക്ഷമിക്കണം, എനിക്ക് മാപ്പ് തരണം എന്ന് കണ്ണുനീരോടെ പറഞ്ഞു എന്ന്. അപ്പോൾ അയാൾ, നിനക്ക് എങ്ങനെയാണ് എന്നെ ഇപ്പോഴും സ്നേഹിക്കാൻ കഴിഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോഴാ കൂട്ടുകാരൻ പറഞ്ഞെന്ന്, യേശുവിന്റെ സ്നേഹം എന്റെ മനസ്സിലുണ്ടായിരുന്നതുകൊണ്ടാണ് നിന്നെ ഞാൻ തേടി വന്ന് നടന്നതെല്ലാം മറന്ന് നിന്നെ ഇത്രത്തോളം സഹായിക്കാൻ എനിക്ക് കഴിഞ്ഞത് എന്ന് പറഞ്ഞുവെന്ന്. എത്ര വലിയ സന്തോഷമാണതല്ലേ? ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും അത്ര ബുദ്ധിമുട്ടുന്ന ചുറ്റുപാടിലും നിസ്സഹായമായ ആ അവസ്ഥയിൽ തിന്മ ചെയ്ത ആ കൂട്ടുകാരന് നന്മ ചെയ്തത് എത്ര വലിയ അനുഗ്രഹമാണ്. ആ കൂട്ടുകാരൻ പശ്ചാത്തപിച്ച് അയാളുടെ കൂട്ടുകാരന്റെ അടുത്ത് കരഞ്ഞ് ക്ഷമ ചോദിച്ച് അവർ വീണ്ടും ഒന്നിച്ചു. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളോടും യേശു ഇതുതന്നെയാണ് പറയുന്നത്. അതുപോലെ സങ്കീർത്തനങ്ങൾ 14:3, സങ്കീർത്തനങ്ങൾ 53:3, റോമർ 3:12 ഈ വചനങ്ങളെല്ലാം നിങ്ങൾ വായിച്ചു നോക്കുകയാണെങ്കിൽ ഈ വചനങ്ങളെല്ലാം പറയുന്നത് എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് റോമറിൽ പറയുന്നു.
എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശുക്രിസ്തുവും ഇതുപോലെ തന്നെയാണ്. ഈ ലോകത്ത് ഒരാൾ പോലും നല്ലവനില്ല. പാപികൾക്ക് വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. പാപികളെ രക്ഷിക്കാൻ വേണ്ടിയാണ് യേശു ഈ ലോകത്തേക്ക് വന്നത്. പാപിയായി ജീവിച്ച് കർത്താവിന്റെ സ്നേഹത്തെ മറന്ന് തന്റെ മനസ്സുപോലെ തന്നിഷ്ടം പോലെ താൻ പോകുന്ന പോക്കിൽ സ്വന്തം ഇഷ്ടം പോലെ ഒരു ജീവിതമുണ്ടാക്കിയെടുത്ത് ഇടയന്മാരില്ലാതെ അലഞ്ഞു നടക്കുന്ന ആടുകളെപ്പോലെയുള്ള മക്കൾക്ക് വേണ്ടിയാണ് യേശു നന്മ ചെയ്യുന്നവനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. നന്മ ചെയ്യുന്നവൻ ഒരുത്തനുമില്ല, യഹോവ മാത്രം നന്മ ചെയ്യുന്ന നല്ലൊരിടയനായി കർത്താവ് ഈ ഭൂമിയിൽ സഞ്ചരിച്ചു വന്നത്. നന്മ ചെയ്തു, കഷ്ടപ്പെടുന്ന അനേകം ജനങ്ങളെ അവൻ സഹായിച്ചു. ഇന്ന് ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളായാലും കർത്താവിന്റെ സ്നേഹത്തെ വിട്ട് അകന്നുമാറി ജീവിച്ചുകൊണ്ടിരിക്കുകയാണോ? നിങ്ങൾക്ക് നന്മ ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. അവനാണ് നിങ്ങളെ തേടി വന്നിരിക്കുന്നത്. കർത്താവിന് നിങ്ങൾ എത്രയോ തിന്മ ചെയ്തിട്ടുണ്ടാവാം. കർത്താവിന് മുൻപാകെ നിങ്ങൾ എത്രയോ പാപം ചെയ്തിട്ടുണ്ടാവാം. കർത്താവിന് മുൻപാകെ നിങ്ങൾ എത്രയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവാം. കർത്താവ് പറയുകയാണ്, കർത്താവ് ഇന്ന് നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ പാപം ചെയ്തിട്ടുണ്ട്, തെറ്റ് ചെയ്തിട്ടുണ്ട്, എങ്കിലും കർത്താവ് നിങ്ങളെ വെറുത്തിട്ടില്ല, നിങ്ങളെ തേടി വരികയാണ്. ഇന്ന് ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങളെ ഏത് സ്ഥലത്ത്, ഏതു പരിതസ്ഥിതിയിൽ നിങ്ങൾ നിരാകരിക്കപ്പെട്ട്, ഒതുക്കപ്പെട്ട്, പുറന്തള്ളപ്പെട്ട്, നിങ്ങൾ മറ്റുള്ളവരാൽ പരിഹസിക്കപ്പെട്ട്, നിങ്ങൾ നൊന്തുപോയി കണ്ണുനീരോടുകൂടി ഞാൻ ഇനി വെറുതെ എന്തിനു ജീവിക്കണം, ഇത്രയും കഷ്ടപ്പാടുകൾക്കിടയിൽ ഞാൻ ജീവിക്കണോ, ഇങ്ങനെയൊക്കെ നിങ്ങളോട് നിങ്ങൾ തന്നെ ചോദിച്ചുകൊണ്ട് ഇന്ന് നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാവാം. അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു ജീവിതമുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പിതാവുണ്ട്. അവൻ നിങ്ങളെ ഒരിക്കലും വെറുക്കുകയില്ല. കർത്താവ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതല്ലേ, നമുക്ക് കർത്താവ് പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ, ആര് നിങ്ങൾക്ക് തിന്മ ചെയ്താലും അവർക്ക് നന്മ ചെയ്യണമെന്ന് പറഞ്ഞു തന്ന കർത്താവ് നിങ്ങളെ വിട്ടുകളയുമോ? ഒരിക്കലും നിങ്ങളെ വിട്ടുകളയുകയില്ല, നിങ്ങളെ വെറുക്കുകയുമില്ല. എന്തുകൊണ്ടാണെന്നോ, നിങ്ങൾക്ക് വേണ്ടി കാൽവരി കുരിശിൽ ജീവത്യാഗം ചെയ്ത് തന്റെ രക്തം തനിക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കാതെ അത് മുഴുവനും നമുക്ക് വേണ്ടി, ഈ ലോകത്ത് ജനിച്ച ഓരോ മനുഷ്യനു വേണ്ടിയും അവൻ ചൊരിഞ്ഞു തന്നില്ലേ? അവൻ മുൾക്കിരീടം അണിഞ്ഞുകൊണ്ട് ചാട്ടവാർ അടിയേറ്റുവാങ്ങി ബലഹീനനായി കാൽവരി കുരിശിൽ ആണിയടിക്കപ്പെട്ട് അവൻ മരണത്തെ രുചിച്ചവനാണ്. മരിച്ചു 3-ാം ദിവസം ഉയിർത്തെഴുന്നേറ്റവനാണ്. അവന് നിങ്ങളെ എങ്ങനെ മറക്കാൻ സാധിക്കും? അവൻ എങ്ങനെയാണ് നിങ്ങളെ മറക്കുകയേയില്ല. നിങ്ങൾക്കൊരു ജീവിതം നൽകാൻ അവൻ സർവശക്തനാണ്. അതുകൊണ്ടാണ് യേശു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. കർത്താവ് നമ്മിൽ അവന്റെ സ്നേഹം കാണിച്ചതിനാലാണ് ഇന്ന് നമ്മൾ അവന്റെ മക്കളാണെന്ന ഭാഗ്യം നേടിയത്. നിങ്ങൾക്കും ഈ ഭാഗ്യം നൽകാൻ കർത്താവ് സർവശക്തനാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അവന്റെ പാദങ്ങളിലേക്ക് വന്ന് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അവനെ പിതാവായി നിങ്ങൾ സ്വീകരിക്കുമ്പോൾ നിങ്ങളും ഇതേപോലെ തിന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്യുന്നവരായി മാറുന്നതാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, റോമർ 12-ാം അധ്യായം 21-ാമത്തെ വചനത്തിൽ, നീ തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക എന്ന് പറയുന്നു. കണ്ടില്ലേ, എത്രയോ നല്ല കാര്യമാണ് കർത്താവ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. ഈ വാക്കുകൾ പാലിച്ച് നാം ജീവിക്കുമ്പോൾ കർത്താവ് നന്മ നിറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമ്മിലൂടെ മറ്റുള്ളവരുടെ ജീവിതത്തിലും അനുഗ്രഹിച്ചരുളുവാൻ കർത്താവ് ശക്തനാണ്. നമുക്കിപ്പോൾ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. 1 മിനിറ്റ് നിങ്ങൾ ചോദിക്കൂ കർത്താവിനോട്, പ്രിയപ്പെട്ട കർത്താവെ, ഈ മനോഹരമായ വേളയ്ക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവെ. യേശുവേ, തിന്മയ്ക്ക് പകരം നന്മ ചെയ്യണം എന്നങ്ങ് ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ആ ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. മറ്റുള്ളവരോട് വെറുപ്പും കയ്പും മനോഭാവവും കൊണ്ട് കർത്താവെ അവരോട് സംസാരിക്കാതെ, കർത്താവെ അവരോട് സ്നേഹമില്ലാതെ പ്രശ്നങ്ങളും വഴക്കുകളുമായിട്ട് എത്രയോ പേർ ജീവിച്ചുകൊണ്ടിരിക്കുന്നു യേശുവേ. ഇന്ന് ആ തിന്മകളെല്ലാം അങ്ങ് അകറ്റണമേ. യഹോവയ്ക്ക് ഭയപ്പെടുന്ന ഭയം അവരുടെ മനസ്സിൽ ഉണ്ടാകട്ടെ. ആ ഹൃദയങ്ങളെ സ്നേഹത്തിന്റെ ആത്മാവ് കൊണ്ട് നിറയ്ക്കണമേ യേശുവേ. അങ്ങയുടെ ശക്തിയാൽ നിറയ്ക്കണമേ. അങ്ങിന്ന് ഓരോ മക്കളുടെയും ഹൃദയത്തിൽ ആ സ്നേഹം കൽപ്പിച്ചരുളണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അത് അങ്ങയെ കൊണ്ടേ സാധ്യമാകൂ യേശുവേ. അങ്ങയെ കൊണ്ട് മാത്രമേ സാധിക്കൂ. അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. അങ്ങ് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിനായി നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ചും നന്മകളെക്കുറിച്ചും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനാക്കുറിപ്പുകൾ എന്തുതന്നെയായാലും അത് കത്തുകളിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കാനും ഉപദേശങ്ങൾ നൽകാനും സഹോദരൻ മോഹൻ സി ലാസറസ് അവർകളും ദൈവ ശുശ്രൂഷകരും തയ്യാറായിരിക്കുകയാണ്.
നാളെയും അതുപോലെ ഞായറാഴ്ചയും വൈകുന്നേരം 7 മണിക്ക് സത്യം ടിവിയിലും ജീസസ് റിഡീംസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും സംപ്രേഷണം ചെയ്യാനിരിക്കുന്ന വരുവിൻ പ്രാർത്ഥിക്കാം എന്ന പരിപാടി മറക്കാതെ കാണുക. വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ കാണാം. അതുവരെ ദൈവകൃപ നിങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ. For further details and prayer support, contact Jesus Redeems Ministries, Nalumavudi, Thuthukudi District, 628-211. Our phone number 04639-353535. info@jesusredeems.org. Our website www.jesusredeems.com. God bless you.